യോ ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് നമ്മൾ ഒരു അടിപൊളി സർവൈവൽ സീരീസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുക. ഈ ഒരു സ്ഥലമൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഒരു സർവൈവൽ ഐലൻഡ് സീരീസാണ് കേട്ടോ നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കട്ട സപ്പോർട്ട് ചെയ്യുക. ബോണസ് ടെസ്റ്റൊക്കെ ഉണ്ട്, അതെടുത്തേക്കാം. ഫുഡൊക്കെ ഉണ്ട്, സീഡ് എല്ലാം കിട്ടി. ഇനി എന്ത് വേണം? ജംഗിൾ സാപ്ലിംഗ് ഒക്കെ കിട്ടി. നല്ലതാ. അവിടെ വീണ്ടും ബ്രെഡ്, മഷ്റൂം, കുട്ടി സൽമനാണ്. സീനില്ല കൈസി ജസ്റ്റ് ഓടാ പിറ്റ ടോർച്ചൊക്കെ സീന്. സർവൈവലിൻ്റെ ഉപകാരം വെട്ടിക്കൊന്ന് ഓൾഡ് അല്ലെങ്കിൽ രാത്രിയായ സീനാ കൈസ്. ഇത് കുറച്ച് വലിയ സർവൈവലാണ് കേട്ടോ, കുറച്ച് വലുതാ. നല്ല ഗൈസ് കണ്ടില്ലേ? അത്യാവശ്യത്തിന് വലുതാ. ഓ വുൾഫ്, അവനായിരിക്കും ഈ സ്ഥലത്ത് മൊത്തം ഷീപ്പിനെ അടിച്ചു കൊന്നിട്ടുണ്ടാവാം. ഈ അപ്ഡേറ്റിൽ എന്താണെന്ന് അറിയില്ല. അടാ കുഞ്ഞു വുൾഫാണോ? അല്ല, ഈ അപ്ഡേറ്റിൽ എന്താണ് അറിയില്ല ഗൈസ്. വലിയ ഒരു സൗണ്ടാണ്, എന്ന് വെച്ചാൽ ഡാമേജ് എടുക്കുന്നുള്ള സൗണ്ട്. ഷേഡിട്ടോ അതിൻ്റെ മോനെ. ഞാൻ വിചാരിച്ചതെന്താ വെള്ളമില്ല പ്ലെയിനായി കിടക്കുന്നതിന്. ഷേഡർ പേടിപ്പിച്ച് കളഞ്ഞു എന്നെ. ഇതിൻ്റെ ഉള്ളിലെങ്ങനെയാണ്? ഞാൻ ഈ ഷേഡറിൽ വെള്ളത്തിലേക്ക് വെള്ളത്തിൻ്റെ അടിയിലൊരു മാറ്റമില്ല ഗൈസ്. ഗൈസ് ഓ പശു ഒരു 2 സീന്. അപ്പം ഗൈസ് നമുക്കിന്ന് വുഡ് ബ്രേക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. കുറേ വുഡ് ഉണ്ട്. ഓക്കെ. സീഡൊക്കെ സീന് സാധനം. അപ്പം ഇന്ന് രാത്രിത്തേക്കുള്ള ഫുഡ് റെഡി. ഫുഡല്ല, ഇന്ന് രാത്രിത്തേക്കെന്നല്ലേ. അപ്പം മുളച്ചിട്ട് ഇന്ന് രാത്രി ആകുമ്പോഴത്തേക്ക് മുളച്ച് വരാണല്ലോ വീറ്റൊക്കെ. എവിടെയാകും ബേസ്? വീട് ഷീപ്പ്. ഇവിടെ 2 ഷീപ്പല്ല. അയ്യോ പാവം കുട്ടിയാണ്. ഈ വളർന്ന് വലുതായി കൊന്നാളില്ല. എന്തായാലും കൊള്ളും. പാവം അമ്മ വിഷമം. ഓക്കെ. അപ്പം ഇവിടെ വലുതാവടാ. അവിടെ ഈ പശുവിനൊക്കെ ഞാൻ അടിച്ചു കൊല്ലും. എല്ലാത്തിനെയും ഞാൻ അടിച്ചു കൊല്ലും. എനിക്ക് ഫുഡ് വേണം. ഫുഡ് കിട്ടിയില്ലെങ്കിൽ ഞാൻ സീന. അവിടെ എൻ്റെ ഇതൊക്കെ ഇപ്പം തന്നെ പോകുന്ന കഴിച്ച്. ഇന്ന് രാത്രി അപ്പം എങ്ങനെ സർവൈവ് ചെയ്യാൻ? ഇതെവിടെയാണ് കേട്ടോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്? അത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ സ്ട്രിപ്പ് ചെയ്ത് വെച്ചത്. അത് അറിയാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ മറ്റേ സ്റ്റാർട്ടിങ്ങിലുണ്ടായ ഷീപ്പിനെ എടാ വുൾഫ് സീനി. ഒന്നുകൂടി താളം. വുൾഫ് സീനാട്ടാ. വുൾഫ് ഒരാട് കരിഞ്ഞ വെച്ചല്ലേ ഞാൻ പോകട്ടെ. ഈ കോഴി കരിഞ്ഞതാണോ? അല്ല, ആട് തന്നെയാ. ഉറപ്പാണ് ഗൈസ്, ആട് തന്നെയാ. വെയിറ്റ് എ മിനിറ്റ് ഗൈസ്. അപ്പം ഗൈസ് വീണ്ടും വന്നിട്ടുണ്ട്. ഞാൻ സാധനത്തിന് പോയതായിരുന്നു ഗൈസ്. 1 and 2 ഒന്നല്ല ഗൈസ്. ഞാൻ എൻ്റെ അനിയനെ ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്യാൻ പോയതാണ് ഗൈസ്. അവിടെ എനിക്ക് ഇതിനൊന്നും തരുന്നതായിരുന്നു. ഷീപ്പിനെ താവായി. മോജാവിൻ്റെ വിളി കേട്ടു. തല്ലിപ്പോവാതെ അവിടെയും ഷിപ്പ് ചെയ്ത് വെച്ചിൻ്റെ കഷ്ടം. സോറി. അപ്പം ഇനി വീട് സെറ്റാക്കിയാൽ മതി. വീട് ഇപ്പം തന്നെ സെറ്റാവില്ലേ? കളി തുടങ്ങി എത്രയാ 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും കോഴീനെ വെറുതെ വിട്ടിട്ട് എന്താണ്? നമ്മൾ നേരത്തെ മുറിച്ചിട്ട് മഴത്തുനിന്ന് സാപ്ലിംഗ് ഒക്കെ വീഴുന്ന ഗൈസ്. സീന്. ഈ ഒരു സർവൈവൽ സീരീസ് നമ്മൾ പൊളിക്കും ഗൈസ്. ഇവിടെ ബേസ് ഉണ്ടാക്കട്ടോ. തമ്പുക്കില്ലേ? ഇവിടെ കുഞ്ഞ് ബേസ് മതി ഇന്നത്തേക്ക്. ഇത്ര നീളവും
ഇവിടുന്ന് ഇങ്ങനെ 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 എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങനെ എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ 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 ഒന്നും കൂടി കൊടുക്കുക. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങനെ ഇവിടെ വീണ്ടും നേരത്തെ ചെയ്താൽ മതി. ഇങ്ങനെ 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 ഒന്നും കൂടി ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. ഓ സീന് വീടാവും. നമുക്കാണെങ്കിൽ ഇവിടെ ഇങ്ങനെ വെക്കാം കേട്ടോ. കാരണം അല്ല സ്കെൽട്ടൻ ഇട്ടാവുന്നെല്ലാം തീരും ഗൈസ്. ചത്ത് വണ്ടാറളവും നമ്മൾ. ഇനി ഈ അക്കേഷ്യ വുഡ് കൊണ്ട് നമുക്ക് ചുറ്റിനും കൊടുക്കാം. അത്രമാത്രം ഉണ്ടോ ഗൈസ്? യെസ് ഗൈസ് ഉണ്ട്. പേടിക്കല്ല ഗൈസ്. എടാ ഒരക്കേഷ്യ വുഡും പോയി അതില്ല ഗൈസ്. നമുക്ക് കൊണ്ടുപോയി തൊളിച്ചാണെന്നല്ലോ. എടാ എൻ്റെ ഉടമ്പിക്കാസ് പൊട്ടാനായി. അവിടെ അപ്പം ഗൈസ് ഇതും കൂടി വെച്ച് നിന്നിട്ട് അതിൻ്റെ നടുവിൽ നമുക്ക് പ്ലാങ്ക് വയ്ക്കാം. എടാ ഞാനെന്ത് ഡൂബടെയാണ്. ബൈ 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 ബൈ. ഓക്കെ അപ്പം നമുക്ക് ഈ മരം വെട്ടാം. സബാശി 2 പോരെ. രാത്രിയായി തുടങ്ങി ഗൈസ്. രാത്രിയായി തുടങ്ങി. രാത്രി സീനാണ്. ഇനി മുതൽ സീനാണ് ഇവിടെ. രാത്രിയായി തുടങ്ങി പിന്നെ കളി വേറെ ലെവലാണ്. പിന്നെ കളി പറക്കുന്ന കളി. നമ്മളൊക്കെ ഓടിച്ചത്താണ് നമ്മൾ മരിച്ചു വീഴും ഇവിടെ. എന്ത് ചെയ്യാൻ, പ്രൊഫഷണലായി പോയില്ലേ. വീടിൻ്റെ മണ്ടക്കിലേക്ക് വേണം. ഓ സൂര്യൻ താഴ്ന്നു തുടങ്ങി. സൂര്യൻ പൊങ്ങണം. താഴെ. അപ്പം ഗൈസ് നമുക്ക് പശുവൊക്കെ അത് നമ്മൾ അടുത്തേക്ക് വന്നു. കൊല്ലടാ നമുക്ക്. പിന്നെ മണ്ടക്കത്തേക്ക് ഇത്ര പോരെ. ഇത് വേണ്ട, നമുക്ക് പ്ലാങ്ക് വയ്ക്കാം. കുറച്ച് സീൻ വയ്ക്കാൻ വേണ്ടേ. ഇതാണ് ഈ പിന്നെ ഗൈസ് നമുക്ക് മുകളിൽ നിന്ന് ഇങ്ങോട്ട് വെളിച്ചം അടിക്കും അല്ലേ? അങ്ങനെയല്ലേ പ്ലാങ്ക്? അതെ കണ്ടോ, വെളിച്ചടിക്കും ഗൈസ്. പിന്നെ വേണമെങ്കിൽ ഇങ്ങനെ വയ്ക്കാം. അങ്ങനെ വയ്ക്കാം ഗൈസ്. അത് നല്ലൊരു ഐഡിയ ആണ്. അപ്പം പെട്ടെന്നൊന്നും അറ്റാക്ക് കിട്ടൂല പുറകൊന്നും. ഗൈസ് അപ്പം ഈ ഒരു സർവൈവൽ സീരീസ് നമ്മൾ പൊളിക്കും ഗൈസ്. ഈ ഒരു കുഞ്ഞു വീട് നമ്മളാക്കാൻ പോകുന്ന കണ്ടാൽ നിങ്ങൾ ഞെട്ടും. ഇത് നമ്മൾ പൊളിക്കും. സോറി ഗൈസ്. അത് ബ്രൗൺ ബ്രെഡ്. സോറി ഗൈസ്, ബെഡാണ്. ഒരു ബ്രൗൺ ബെഡും ഉണ്ടാക്കി ഇവിടെ വയ്ക്കാം. ഇതൊക്കെ എന്ത് ചാളിമാരിയ. അവിടെ രാത്രി തുടങ്ങി ഗൈസ്. ഇത് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇന്ന് പുറത്തേക്ക് ഇറങ്ങണം. വേണ്ട വെറുതെ എന്തെങ്കിലും റിസ്ക് എടുത്ത് ചാവാൻ പോകുന്നത്. നമുക്കിങ്ങനെ നിരീക്ഷണം അങ്ങനെയല്ലോ പറയാം ഗൈസ്. എന്താ നിരീക്ഷണം ചെയ്യുക അങ്ങനെയാട്ടോ അല്ലേ? ആണെന്ന് തോന്നുന്നത്. എനിക്കറിയില്ല, അത്ര അങ്ങോട്ട് അറിയില്ല. സ്കേർട്ടടിക്കാൻ വരാണെങ്കിൽ ഇങ്ങനെ കുഞ്ഞൊന്നും കാര്യമില്ല. നമ്മൾ നെറ്റിൻ്റെ പകുതി ഭാഗം പുറത്താണ്. അപ്പം അവിടെയാട്ടോ വേണ്ട. പട്ട ഹെഡ് ഷോട്ടായി പോകും. ആരാണോ മുറിച്ചോളാം? ഞാനാണോ? ഞാൻ തന്നെ. വില്ലന്മാർ പുറത്തിറങ്ങാനായിരിക്കുന്നു ഗൈസ്. അവിടെ സൂര്യൻ പൊങ്ങി വന്ന് മഴയും പെയ്ത്. എടാ ഏതാ ടൈമിങ് അത്? അല്ല അതാരല്ല ഗൈസ്. അപ്പം നമ്മളടുത്തൊരു ടോർച്ച് എന്തായാലും ഇവിടെ വയ്ക്കണം. അല്ലെങ്കിൽ ഈ കണ്ണിൽ കാണുന്നതെല്ലാം നമ്മളെ വീട്ടിലേക്ക് വരുവാടാ ലൈറ്റ് കണ്ടിട്ട്. അതാണ് എനിക്ക് പേടി. അങ്ങനെയൊന്നും വരില്ല. ഭയങ്കരമായിട്ട് എത്ര കളിച്ചിട്ടുള്ള അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ഒരു സംഭവം പോലും കണ്ടില്ല. ഉറങ്ങിയേക്കാം. റീസ്പോണ് സെറ്റ്.
ഇങ്ങനെ ഇരുന്ന് എൻ്റെ കൈ പൊളിക്കുക ഗൈസ്. ആരാടാ ജനിച്ചു അടാ സോംബിയല്ലേ ചെറി അടക്കി പോടാ. മോൺസ്റ്റർ ഹണ്ടർ എ മോൺസ്റ്റർ ഹണ്ടർ ഹൂബായി മോൺസ്റ്റർ ഹണ്ടർ ഹൂബായി. ഇത് ഇങ്ങനെ കൊണ്ടൊന്നും കാര്യമില്ല ബായി. ഇത് നമ്മൾ കളത്തിലേക്ക് ഇറങ്ങണം. എവിടാ നീ? വാടാ തല്ലാൻ വാടാ നീ എവിടാ? പോടാ. എന്ത് സ്റ്റൂപ്പിഡാണ് ഗൈസ് ഇവന്മാരുടെ. കളിക്കറിയില്ല ഗൈസ് ഇവന്മാർക്കൊന്നും. അല്ല ക്രീപ്പർ ആർക്കാ വന്നെല്ലാം തീർന്ന ഗൈസ്. എന്തായാലും ഇങ്ങനെ നിൽക്കല്ലേ. ഇവിടെ എവിടെയെങ്കിലും ആയിട്ട് നമുക്ക് ഒരു സാധനം സെറ്റ് ചെയ്യണം. അതിന് ശവല് വേണം. ശവലില്ലെങ്കിൽ എല്ലാം തീറ്റും. കാരണം ശവലുകൊണ്ട് നമുക്ക് കുറേ ഡേർട്ടൊക്കെ എടുത്ത് കളയാനുണ്ട്. ഡയമണ്ടാർന്നൊക്കെ ക്രാഫ്റ്റബിൾ മാത്രം മതി. അയ്യോ ഇതോളം ശവല് 2 ഇരിക്കട്ടെ. ബിക്കോസ് കുഴിച്ചെടുക്കാണ്ട് വേണം. ഓക്കെ അപ്പം നമുക്ക് ഇവിടെ നോക്കാം. ഒന്ന് ജസ്റ്റ് ഒരു പാത്ത് വഴി കുരിച്ചാൽ മതി. നോക്കി എൻ്റെ മലയാളത്തിൽ എന്ത് പറ്റി ഗൈസ്? പൊട്ട മലയാളികളൊന്നും കേൾക്കണ്ടല്ലോ. ഇപ്പം ഒന്ന് കുഴിച്ചു മരുന്ന്. ഒരു മിനിറ്റ് എത്ര മതിട്ടോ? അപ്പം ഗൈസ് ഇത്രയും സ്ഥലം നമ്മൾ റെഡിയാക്കാട്ടോ. ഓക്കെ റെഡിയായി വരുന്നുണ്ട് ഗൈസ്. ഇങ്ങനെയൊക്കെ മതി ഗൈസ്. ഇനി കാട്ടി വലുതൊക്കെ എന്തിന്? നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ തന്നെ വലിയ വാഹനമൊന്നും ആകാനൊന്നും പറ്റില്ല ഗൈസ്. നമ്മളൊക്കെ ഒരു മിനിറ്റ് ഇപ്പോൾ കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്യാം. ലെവല് മണ്ടല്ലോ ഗൈസ്. ഉണ്ടാക്കാൻ മറന്നു. കുറച്ച് വലുതാക്കട്ടോ. ഇവിടെ കുറച്ച് ഈ ഒരു സ്ഥലം മാത്രം ഇങ്ങനെ ആക്കിയാൽ മതി. അല്ലാതെ എന്ത് ചെയ്യണം ഞാൻ? എത്ര മതി കൈസ്? നമുക്ക് ഇത്ര മതി. ഇങ്ങോട്ട് കയറി പോവാ. ഷീപ്പ് എന്നാ എത്ര കഷ്ടപ്പെട്ടിട്ടാ കിട്ടിയ എനിക്ക് ഷീപ്പിനെ ഒരു ഇപ്പം തരുന്നു വെറുതെ. ഉണ്ടാക്കാൻ പറ്റില്ല. എത്ര എണ്ണമാണ് ഞാൻ ഉണ്ടാക്കിയത്? കൈ ഒരു മരമില്ല. മരം നട്ടാ ഗൈസ്. മരം നട്ട ശവലുണ്ട്. പാത്തില്ല ഗൈസ്. എന്തായാലും ശവലുണ്ട്. അപ്പം ഈ ഒരു പാത്രം ഇതിലുണ്ടാക്കാൻ പറ്റുമോ ഗൈസ്? സീന് നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ പവറാക്കും. മീനൊക്കെ നമുക്ക് ഫിഷിംഗ് റോഡ് വേണം. കാരണം ഇങ്ങനത്തെ ജന്തുക്കളെ കൊന്നിട്ട് തന്നെ നമുക്ക് ജീവിക്കാൻ പറ്റും. നോർപ്പ് ഗൈസ്. ഇതും കൂടി ഒന്ന് വലുതാക്കിയേക്കാം. ശരിയില്ല എത്ര നന്നായി. ഞാൻ രണ്ടാമത് ഒരു ശവലും കൂടി ഉണ്ടാക്കിയേ. അല്ലെങ്കിൽ എല്ലാം പോയേനെ. ഓരോ സീനൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു കഴിച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ലോണം ഇഷ്ടപ്പെട്ടു. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പുകഴ്ത്തി പഴയല്ല കഴിച്ചു. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. പശുവിനൊക്കെ തല്ലിക്കൊന്നു കഴിച്ചു. ഒന്നും നോക്കാനില്ല. തല്ലിക്കൊന്ന് കറി വെച്ച് കഴിക്കില്ല. ജംഗിൾ കൂടൊക്കെ നമുക്ക് ഉണ്ടാക്കി അവിടെ വയ്ക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്കൊരു വാച്ച് ടവർ അല്ല, ഒരു എന്താ ആനയൊക്കെ ആന വന്നാൽ പിടിക്കാണ്ടിരിക്കാനുള്ള ഒരു സാധനമില്ലേ, അതേമാതിരിയൊക്കെ ആക്കണം കഴിച്ചു. അടിപൊളിയാക്കാം. അപ്പോൾ ഗൈസ് ഒരു നൈറ്റ് കഴിഞ്ഞിട്ടുണ്ട്. എനിക്കൊന്ന് ഈ വീഡിയോ കൂടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു സീഡും കൂടി നട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം ഗൈസ്. കാരണം അല്ലെങ്കിൽ ഇനിയും കൂടി ചെയ്താൽ പിന്നെ എനിക്ക് കുറേ നേരം ചെയ്യാൻ ഇഷ്ടമല്ല ഗൈസ്. അയ്യാ മടിയൻ ഗൈസ്, മിസ്റ്റർ മടിയൻ. ഉള്ള സീഡൊക്കെ ഞാൻ കയ്യിലേക്ക് പിടിക്കട്ടെ. എനിക്ക് അവസാനം ആണോ സീഡ് കാണില്ലടാന്ന് പറഞ്ഞ് നടക്കേണ്ടി വരും. ഞാൻ കൊടുക്കാം. പൈസയിലൊക്കെ മേടിച്ച് വരുന്നേ ഉള്ളൂ ഗൈസ്. ഇത്രയൊന്നും വേണ്ട ഈ സാധനം അല്ലാന്ന്.
ക്യാരറ്റ് 2 എണ്ണം, പിന്നെ മുളപ്പിക്കാൻ വേണ്ടി ഇത് കുറച്ചെണ്ണം ഇവിടെ നടാം ഗൈസ്. ഇതിൽ പോലെ 4 എണ്ണം അടുപ്പിച്ചിട്ട് നടാം മറ്റേ മാതിരി ഗൈസ്. ഇത് ഏതാ പൊട്ട, ഞാൻ ഓക്സ് ആപ്ലിംഗ് ആണ് ഗൈസ് 4 എണ്ണം അടുപ്പിച്ച് നടുന്നത്. ജംഗിൾ സാപ്ലിക്കാണ് ഗൈസ് നമ്മൾ ഒരുമിച്ച് നടാറുണ്ട്. എൻ്റെ കയ്യിൽ എന്തൊക്കെയൊക്കെ പറ്റുന്നു ഗൈസ്. ഡ്രൗണ് ചങ്ങായിനെ കൊന്നിട്ട് വരാം. എന്താണോ നിനക്ക് എന്നെ തല്ലണോ? വാടാ, തല്ലാൻ വാടാ. വാ വാ വാ, ഇങ്ങനെ തന്നെ വാടാ. നിനക്കെന്താ ഫിയർ ആയോ? നിനക്ക് ഫിയർ ആയോടാ? വാടാ, ഈ എന്താ നീന്തി കളിക്കണം. തല്ലാൻ വാടാ. ഇത് ധൈര്യമില്ല എനിക്ക്. വാടാ, ഈ പുറത്തേക്ക് ഇറങ്ങി വരാൻ ധൈര്യത്തെ ജന്തുക്കൾ. സ്റ്റൂപ്പിഡ്സ്. അപ്പം ഗൈസ് ഇങ്ങനെ ഇവിടെ നടാം. പിന്നെ വീടിൻ്റെ മുമ്പിലൊക്കെ ഓന് വേണ്ടി ഇരിക്കട്ടെ, നമ്മളെന്തായാലും വെറുതെ നിൽക്കല്ലേ ഗൈസ്. ഇത് നട്ട് ഇതിനെ ഒരടി കൊടുത്ത് അടിച്ചു കൊല്ലും. എൻ്റെ കയ്യിൻ്റെ പവർ നീ കാണി. നീ അടിച്ച് ചാവും. ഒരു സ്ഥലത്ത് അടങ്ങിക്ക്. 1 പഞ്ച് മാൻ. അപ്പം ഗൈസ് ഞാൻ 1 പഞ്ച് മാനാണ് ഗൈസ്. ഇതൊക്കെ ഒറ്റടിക്ക് ചങ്ങനെ പറപ്പിച്ച് കാണിച്ചേ. ചങ്ങായി സ്പേസ് ആണ് കേട്ടോ വരുമ്പോൾ എൻ്റെ അടിക്ക്. അവിടെ എവിടെയെങ്കിലും അടിക്ക് നിൽക്ക്. സ്പേസ് കാണാൻ റെഡി ആയി നിന്നു. സ്പേസ് ആണ് ചങ്ങ. അപ്പം ഗൈസ് ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പം നാളെ ഒരു അടിപൊളി 1 ബ്ലോക്കിൻ്റെ ആണെങ്കിലും ഏതിൻ്റെങ്കിലും ഒരു എന്താ എപ്പിസോഡായിട്ട് കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ, സി യു. ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.